ഹലോ, ഹായ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഇന്നും ചെന്നൈയിലാണ്. ഇന്നത്തെ നമ്മുടെ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീ തമ്പുരാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഓണറായ ബി വിജയകുമാർ സാറാണ്. തിരുവനന്തപുരത്തു നിന്നും ചെന്നൈയിൽ വന്ന് ബിസിനസ് ചെയ്ത് വിജയങ്ങളുടെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുന്ന ബി വിജയകുമാർ സാറിനെ ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ, ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ സാറിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാട് മുതൽ തുടങ്ങാം. എവിടെയാണ് സാറിന്റെ നാട്? ശരിക്ക് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് നെടുമങ്ങാട് കാഞ്ഞിരമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നുള്ള അടുത്തുള്ള നെടുമങ്ങാട് എന്ന സ്ഥലത്തു നിന്നാണ് അല്ലേ? നെടുമങ്ങാട് താലൂക്കാണ്. ഇന്ന് താലൂക്കാണ് എങ്കിലും അന്ന് പഞ്ചായത്തായിരുന്നു. കാഞ്ഞിരമ്പാറ എന്ന് പറയും. കാഞ്ഞിരമ്പാറയിൽ ആരുടെ മകനായിട്ട്? ബാലകൃഷ്ണ പിള്ളയുടെ മകനായിട്ടാണ് ജനിച്ചത്. അമ്മയുടെ പേരെന്താണ്? കമലമ്മ എന്നാണ്. സഹോദരങ്ങളും സഹോദരികളും? ഒരു സഹോദരിയാണ്. രണ്ട് സഹോദരന്മാരാണ്. ഒന്ന് പത്മകുമാരിയാണ് സഹോദരി. സഹോദരന്മാരുടെ പേര് ഒന്ന് മുരളീധരൻ, ഒന്ന് മോഹൻ നായർ. സാറിന്റെ കുഞ്ഞുനാളത്തെ ആ ഒരു അനുഭവങ്ങൾ എവിടെയാണ് പഠിച്ചത്? കാഞ്ഞിരമ്പാറ പറ്റുകുഴി സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് കരിപ്പൂര് പഠിച്ചു. ഏകദേശം ഒരു 10th പോയിട്ടില്ല, 9th വരെ പോയിട്ടുള്ളൂ. 10th ആകുമ്പോഴേക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളാണ്. അത് എന്ന് പറയുമ്പം അച്ഛനെ പെട്ടെന്ന് അന്നത്തെ ഓരോ അസുഖങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു. ബ്ലഡ് ഛർദ്ദിച്ച് അങ്ങനെ പോയി പുള്ളി. ആ ഒരു കാലഘട്ടത്തിലാണ്. സാറായിരുന്നോ കുടുംബത്തിൽ മൂത്തത്? ആണില് മൂത്ത ഞാനായിരുന്നു. അതെ. അപ്പൊ ഞങ്ങൾക്ക് അച്ഛന് കടയുണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള ചായക്കടയും ഹോട്ടലും ഒക്കെ ആ ഏരിയയിൽ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ അതാണ് അവര് ചെയ്തുകൊണ്ടിരുന്നത്. കുടുംബത്തിൽ വലിയ സാമ്പത്തികമായിട്ടൊന്നും അധികം ഇല്ലായിരുന്നു, ഒരു ചെറിയൊരു കുടുംബമാണ്. അതെ, വലിയൊരു കുടുംബം എന്ന് പറയാനൊന്നും. പക്ഷെ ഞങ്ങളുടെ അപ്പൂപ്പന്റെ കാലത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങള് ഫ്രീ ആയിട്ടൊക്കെ കൊടുത്തതായിട്ടൊക്കെ പറയുന്നുണ്ട്. ആദ്യം ഇങ്ങനെ ഒരു അസുഖമൊക്കെ ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് പിന്നെ അവിടെ കൊണ്ടും പറ്റില്ല, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നു. അപ്പം ഒരു വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പുള്ളി വീണ്ടും വന്നു. ഒരു 6 മാസത്തെ വിശ്രമം എന്തൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പുള്ളി ഒരു 4 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അതേ അസുഖം തന്നെയാണ് വീണ്ടും ആയി. അപ്പോൾ എൻ്റെ ഒരു 12ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 13ാമത്തെ വയസ്സ് അപ്പോഴാണ്. മരിച്ചതോടുകൂടി ആകെപ്പാടെ നമുക്ക് എന്താ പറയുക, കുടുംബത്തിലെ താളമൊക്കെ തെറ്റേണ്ടി ഒരു സൂചനയായി. നമുക്ക് അന്ന് ഒന്നും മനസ്സിലാവാത്ത ഒരു കാലഘട്ടം. 12 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പിള്ളേരല്ലല്ലോ അന്ന്. അപ്പോൾ അതുകൊണ്ട് അന്ന് എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം വീണ്ടും കട നടത്താൻ തുടങ്ങി. അമ്മ ഏറ്റെടുത്തു. സഹായിച്ചു. അതെ, അമ്മ നടത്താൻ തുടങ്ങി. പക്ഷെ എന്തോ എനിക്ക് അവിടെ നിൽക്കാനൊരു താല്പര്യമില്ല. കുടുംബക്കാരായിട്ടുള്ള ആളുകളുടെ ബന്ധുക്കളുടെ സഹായങ്ങളൊന്നും കിട്ടിയില്ല. കുറച്ചൊക്കെ കിട്ടിയല്ല. അതെ. പക്ഷെ അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒന്നും മുമ്പൊന്നും ആലോചിക്കാനൊന്നും പറ്റിയില്ല. പെട്ടെന്ന് എനിക്ക് കടയിലെത്തി സാധനം വാങ്ങാൻ അന്നത്തെ 10 രൂപ അങ്ങനെ കണ്ട എന്റെ കൈ കിട്ടിയത്. 10 രൂപ. അന്നത്തെ 10 രൂപ എന്ന് പറയുമ്പോൾ 1000. ആ 10 രൂപ കൊണ്ട് ഞാൻ സ്ഥലം വിടുകയാണെന്ന് പറയാൻ വേണമെങ്കിൽ അതാണ് ഉണ്ടായത്. അപ്പോൾ കേരളത്തിൽ നിന്നും കയ്യിൽ കിട്ടിയ ഒരു 10 രൂപയുമായിട്ടാണ് നേരെ തമിഴ്നാട്ടിലേക്ക് വരും. ഇല്ല, ചെന്നൈയിലേക്ക് വന്നില്ല. കേരളത്തിൽ തന്നെ അന്ന് എനിക്ക് ഈ ദുബായും അല്ലെങ്കിൽ വെളിനാടൊക്കെ പോകാൻ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ എങ്ങനെയും എത്തണം, ആരെങ്കിലും കാല് പിടിക്കണം എന്നൊക്കെ ഉള്ളൊരു സങ്കോചത്തിലൊക്കെയാണ് ഞാൻ വന്നത്. അപ്പൊ പലരും പല ജോലി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വീട്ടു ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു വർഷം ഞാൻ എവിടെയാണെന്ന് ആർക്കും ഓർക്കണം, ഞാൻ അറിയിച്ചിട്ടുമില്ല. പല കഷ്ടങ്ങൾ അനുഭവിച്ചു.
അങ്ങനെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാർ അവിടെ എത്തി. എവിടെയായിരുന്നു ഹോട്ടൽ സാറ് ജോലി ചെയ്തത്? കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ ഹോട്ടൽ ജോലിയിലേക്ക് സാറ് കയറി. അതെ. അവിടെ നിൽക്കുമ്പോൾ ഏകദേശം ഒരു എത്ര വയസ്സുണ്ടാവും സാറിന്? ഒരു 14 വയസ്സ്. 14 വയസ്സ്. അതെ. അപ്പോൾ അവിടെ വെച്ച് അവരെന്നെ കണ്ടു. അപ്പം എന്നോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ അമ്പലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പോയി വഴിപാട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ മരിച്ചോ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. കാരണം അറിയില്ല, കുടുംബത്തെ അറിയില്ലല്ലോ, ആള് പോയി അല്ലേ, ഇപ്പൊ നാട് വിട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെ, ഒരു നാടൻ ഭാഷയില്. അതെ, നാട് വിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അവരെ കണ്ടപ്പോൾ പിന്നെ ഇനി ഇവിടെ നിന്ന രക്ഷയില്ലെന്ന് എനിക്ക് തോന്നി. സാർ എന്തായിരുന്നു സാറിന്റെ ലക്ഷ്യം? വീട്ടിലെ ആളുകൾ, നമ്മുടെ സഹോദരങ്ങളെ, അമ്മയും അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. അച്ഛൻ മരിച്ചതോടുകൂടി ഒരു നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് കുടുംബം നോക്കണം, അതിന് അവിടെ നിന്നിട്ട് കാര്യമില്ല, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു, ഇനി നമുക്ക് എന്തെങ്കിലും 10 രൂപ ഉണ്ടാക്കണം, കുടുംബത്തിന് താങ്ങായിട്ട് നമുക്ക്, ആ ഒരു ചിന്തയിലാണ് സാർ ഇറങ്ങി തിരിച്ചു അല്ലെ ഹോട്ടലിൽ ജോലിക്ക്. ഓക്കെ സാർ. അങ്ങനെയല്ല, പല ജോലി, വീട്ടു ജോലിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹോട്ടലിൽ ജോലി ചോദിച്ചു. അപ്പൊ അവിടുന്ന് അങ്ങനെ കുറെ പരിചയങ്ങളില് അപ്പൊ ഓരോരുത്തർ എന്നെ ഗൾഫിൽ കൊണ്ടുപോകാന്നുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും തന്നിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ പറയുന്ന എല്ലാ പണികളും ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു സങ്കോചം ഇല്ലാതെ, പല ജോലികളും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് ചില ഹോട്ടലിലൊക്കെ ഞാൻ ജോലി ചെയ്തത്. അത് കഴിഞ്ഞ് അങ്ങനെ നിന്ന് കെമിക്കൽ ലൈനിലേക്ക് മാറി. അവിടെ നിന്ന് നമ്മളെ ഓരോരുത്തർ സ്ഥലമൊക്കെ വരുമ്പോ പരിചയപ്പെടുമല്ലോ. ചുരുങ്ങിയ വയസ്സിൽ തന്നെ സാർ ചെയ്യാത്ത ജോലികളില്ല. അതെ. അവിടുന്ന് ഇങ്ങനെ വീണ്ടും അത് ഞാൻ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടില്ല. അവിടെ നിന്നാണ് ഞാൻ ലോട്ടറി ബിസിനസ്സിലേക്ക് മാറിയത്. അവിടുന്ന് മാറി. അതെ, അതിൽ നിന്നാണ് ചിറ്റ് ഫണ്ട് എങ്ങനെ വന്നു എന്ന് ഞാൻ ജോലി ചെയ്തിട്ടില്ല. ശ്രീ തമ്പുരാൻ ചിറ്റ് ഫണ്ട്സ്. അതെ, ചരിത്രം വലുതാണ്. കാരണം ഈ ചിറ്റ് ഫണ്ടൊന്നും ഞാൻ എവിടെയും ജോലി ചെയ്തിട്ടില്ല, ചിറ്റ് അനുഭവമില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങേര് വന്ന ചിറ്റ് കമ്പനിയുടെ കാര്യം പറഞ്ഞു, അങ്ങേര് ഓപ്പൺ ചെയ്തു. അപ്പൊ ഞാൻ അതങ്ങ് വിട്ടു. പക്ഷെ എങ്കിലും ആ ഒരു ആഗ്രഹം, അപ്പൊ എനിക്ക് തോന്നി നമുക്ക് വരുന്നവരൊക്കെ നമ്മളെ വീട്ടിൽ കാണാൻ വരിക എന്നൊക്കെ പറഞ്ഞത് ശരിയല്ല, നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ ഒരു ഓഫീസ് വേണം ചെറുതായിട്ട്. അപ്പം ഒരാളോട് ഞാൻ പറഞ്ഞു, നമുക്ക് ആ ചിറ്റ് കമ്പനി ഒന്ന് തുടങ്ങിയാൽ എന്താ എന്ന് പറഞ്ഞു. അതിന് സാറിന് അനുഭവം ഇല്ലല്ലോ എന്ന്. അനുഭവം ആരും ജനിക്കുമ്പോൾ വരുന്നതല്ലല്ലോ. അപ്പൊ അയാളോട് ഞാൻ പറഞ്ഞു, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. അതിന്റെ കാര്യങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് ഇത് ആദ്യമായിട്ട് ഈ ചെറിയൊരു ഓഫീസ് നമുക്ക് ഇവിടെ തുടങ്ങേണ്ടി വന്നത്. അത് തുടങ്ങി ഈ ഒരൊറ്റ ഓഫീസ് കൊണ്ട് നിർത്തണമെന്നുള്ള ഒറ്റ ആഗ്രഹമുള്ളായിരുന്നു. അതിന് മുമ്പോട്ട് പോകാനൊന്നും വലിയൊരു ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അപ്പോഴേ ഈ പേര് തന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ, എൻ്റെ കുടുംബ അമ്പലത്തിൽ ശ്രീ ആയിരവല്ലി തമ്പുരാൻ എന്നാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ശ്രീ ആയിരവല്ലി എന്ന് പേര് കൊടുത്തു നോക്കി, കിട്ടിയില്ല. ആയിരവല്ലി എന്ന് കൊടുത്തു നോക്കി, കിട്ടിയില്ല. അത് കഴിഞ്ഞ് വിഷ്ണു എന്ന് കൊടുത്തു നോക്കി, കിട്ടിയില്ല. അപ്പൊ ഞാൻ ആഡിറ്ററിനോട് പറഞ്ഞു, സാർ ഒരു രക്ഷയില്ല, നിങ്ങൾ ശ്രീ ആദ്യം വേണം, ഇടയിൽ എന്തെങ്കിലും ഒന്ന് മാറ്റി നമ്മൾ ചിന്തിക്കാമെന്ന് ചോദിച്ചു. നമ്മൾ ഒരു ദിവസം എനിക്ക് ടൈമാണ്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ശ്രീ തമ്പുരാൻ എന്നൊരു പേര് കൊടുത്തോക്കെ, അത് നമുക്ക് ആയില്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പേര് നോക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നോ. പക്ഷെ എന്തോ ആരെ ഭാഗ്യമെന്ന് എനിക്കറിയില്ല, ശ്രീ തമ്പുരാൻ ചിറ്റ് ഫണ്ട്സ് കൊടുത്ത 10 മിനിറ്റിൽ നമുക്ക് KYC വന്നു, ഓക്കെ എന്നും പറഞ്ഞു. കാരണം ഇനി ഒരാളെ പേരിൽ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പേര് കിട്ടില്ല. അപ്പോൾ ഈ ശ്രീ തമ്പുരാൻ ചിറ്റ് ഫണ്ട് എന്ന് ആരംഭിച്ചു. അത് നമുക്ക് ഒരു ചെറിയ ലിങ്കൊക്കെ എനിക്കുള്ളത് കൊണ്ട് അങ്ങനെ ചേർത്തു. അപ്പം ഞാനും ഒരു നിങ്ങൾ വരുമ്പോൾ ഒരു പെണ്ണുണ്ടായിരുന്നു, അവളും മാത്രമാണ് ഇതിൽ ആദ്യം ഞങ്ങളുണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. അപ്പം അങ്ങനെ പോയാണ് ഇന്ന് ഈ രീതിയിൽ ചിറ്റ് ഫണ്ടിനെ കൊണ്ടെത്തിയത്. ഇന്ന് 3-4 ബ്രാഞ്ച് ഉണ്ട്. എറണാകുളത്ത് രവിപുരത്ത് ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ചെന്നൈയിൽ തന്നെ പാരീസിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, അമ്പത്തൂരുണ്ട്. ഇപ്പൊ അടുത്ത് ട്രിവാൻഡ്രവും ഇവിടെ താമരം എന്ന് പറയുന്ന സ്ഥലത്തും മിക്കവാറും ഇപ്പൊ ഓഗസ്റ്റിൽ തന്നെ ഇവിടെ ഓപ്പൺ ആവും. ഏകദേശം എത്ര കസ്റ്റമേഴ്സ് ഇപ്പൊ ഉണ്ട്? ഇപ്പൊ നമുക്ക് ഏകദേശം 1000-ന്റെ മേലെ ഉണ്ട്. നിക്ഷേപിക്കുന്ന ഒരു പരിപാടി ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് നിക്ഷേപം എന്ന് പറയുന്ന ഒരു ചിറ്റ് കമ്പനിക്ക് ഇല്ല. നത്തിങ് പ്രോബ്ലം. റിസർവ് ബാങ്ക് അങ്ങനെ ഒരു ഇത് ഇല്ല. ചിറ്റ് ഫണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ചെന്നൈയിൽ വന്നു. അതെ, അങ്ങനെ ചിറ്റ് ഫണ്ട് അങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ ഈ ഇടമല്ല, ഇതിന്റെ ബാക്കിലൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇത് ഞാൻ അപ്പൊ ചോദിച്ചപ്പോ ഇവര് ഇതിന്റെ കീഴിരിക്കുന്ന ഒരു പാർട്ടി ഇത് തരത്തില്ലെന്നോ, ഈ ബിൽഡിംഗ് അല്ല ഈ ഫ്രണ്ട് പോർഷൻ, ഇതാണ് ആദ്യം ചോദിച്ചത്. അപ്പൊ അവര്
ഇല്ല ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞത് ഇപ്പൊ മറ്റേ ഇയറിന്റെ ഒരു താഴെ കാണാം അവര് തന്നില്ല. അപ്പം ഇതിന്റെ പുറകിലൊരു സ്ഥലം ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തതിന്റെ പണി കുറെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞ ഹൗസ് ബിൽഡിംഗ് ഓണർ എന്നോട് പറഞ്ഞു. ശരി, അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഇത് നമുക്ക് എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്താണ്. അങ്ങനെ ചിറ്റ് ഫണ്ടിൻ്റെത് ഇങ്ങോട്ട് മാറ്റി. അങ്ങനെ അതെന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ടൈലറിങ്ങിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ഇതിന് നോക്കി ക്യാമറയിൽ നോക്കി കഴിഞ്ഞ് പിന്നെ കീഴും മേലും ഒരു 10-50 ലക്ഷം രൂപ യൂണിറ്റ് ഉണ്ട് അതിനകത്ത്. അപ്പം ടൈലറിങ്ങിൻ്റെ ചെറിയൊരു പരിപാടി ഒരു 2-3 പേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉദ്ദേശിച്ചാണ് അത് തുടങ്ങിയത്. അതും ഇതേ പേര് തന്നെയാണ്, ശ്രീ തമ്പുരാൻ ടൈലറിംഗ് ഗാർമെന്റ്സ്. ചിറ്റ് ഫണ്ട്സിൽ ഇപ്പൊ എല്ലാം കൂടെ 10-25 പേർ, 25 പേരുണ്ട്, എല്ലാ ബ്രാഞ്ചും ചേർത്ത്. വൈഫിന്റെ ചേച്ചിയുടെ പേരെന്താണ്? കറപ്പകം. ഇവിടെ അല്ല, ഇവിടെ സ്ഥലം വന്നിട്ട് ഇവിടെയാണ്, നമ്മുടെ ദിണ്ടിക്കൽ എന്ന് പറയും. കേരളത്തിന്റെ കുറെ ബോർഡറാണ്. മക്കള് 3 പെൺകുട്ടികളാണ്. മൂത്തവള് ഇപ്പോ CA CMA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടും ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തോള് ഇപ്പൊ അഡ്വക്കേറ്റ് ആയിട്ട് ലീഗൽ പോകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തോള് 10th-ലാണ്. ഇങ്ങനെ അമ്മ ഇപ്പൊ ഈ കോവിഡിന് മുമ്പാണ് മരിച്ചത്. അതിന് മുമ്പൊക്കെ അവരോട് വരും, ഇവിടെ കുറച്ച് ദിവസം നിൽക്കും. ഒരു അസുഖങ്ങളൊക്കെ അതെ, ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ അവരുണ്ടായിരുന്നു. ഇപ്പോഴാണ് മരിച്ചത്. 2 വർഷത്തിന്, അതായത് കോവിഡ് തുടങ്ങുന്നത് ഡിസംബറിലാണ്, അവര് ജൂണിൽ മരിച്ചു. നമ്മൾക്ക് ഒത്തിരി ദൈവം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിധം നമ്മൾ ചാറ്റിയായിട്ട് എന്തായാലും എല്ലാവരും കൊടുക്കുമല്ലോ. അങ്ങനെ എന്തൊക്കെ സൽപ്രവർത്തികളാണ് ലയൻസിൽ നമ്മൾ കുറെ കാര്യം ഡയാസിസ് നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ ഓരോ മനുഷ്യൻ വരുമ്പോൾ കുറെ ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. വെളിയിൽ പിന്നെ ഇപ്പൊ ഈ അസോസിയേഷൻ മൂലമായിട്ടൊക്കെ നമ്മൾ കുറച്ച് സഹായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പുതുതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ഇതുപോലുള്ള വ്യവസായങ്ങളൊക്കെ ബിസിനസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? അവർക്കൊരു ഉപദേശം പോലെ സാറിന്റെ അനുഭവത്തിൽ നിന്നും ഏത് രീതിയിൽ നമ്മൾ വന്നാലാണ് അവർക്കൊരു വിജയം ഉണ്ടാകുക? ഇപ്പൊ നമ്മള് ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും നമ്മൾ പറയുന്ന ഒരു കാര്യമുള്ളൂ, നിൽക്കുന്നിടത്ത് ഞാൻ അങ്ങനെ നിന്നതാ, ജോലി ചെയ്തെടുത്ത് ഒരു കള്ളവും ഞങ്ങൾ കാണിച്ചിട്ടില്ല. ആത്മാർത്ഥമായിട്ട് ആണ് നമ്മള് ജോലി സത്യസന്ധമായി ആത്മാർത്ഥമായി നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും. ഇപ്പൊ സാറിന് ഇഷ്ടപ്പെടാത്തൊരു ബിസിനസ്സാണ് സാർ ചെയ്തിരിക്കുന്നത്, സാറ് തന്നെ തുറന്നു പറഞ്ഞു. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അതിനെ നമ്മൾ ഉൾക്കൊള്ളുക. അതെ, ഉൾക്കൊണ്ടുകൊണ്ടാണ് ചിറ്റ് ഫണ്ട് കൊണ്ടുപോകാൻ പറ്റിയത്. അതായത് പറഞ്ഞല്ലോ, ചിറ്റ് ഫണ്ടൊക്കെ നടത്താന്ന് പറയുമ്പോൾ എത്ര വലിയ കാര്യമല്ല. ഇന്ന് ഗോകുലത്തിന് അപ്പുറം പിന്നെ ഗോകുലം ഒരു പേരെടുത്തിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ ഇന്ന് പേരെടുത്തിട്ടുണ്ട്. കാരണം അത് നമ്മുടെ സൽപ്രവൃത്തികളാണ്. ഇന്ന് തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം തമ്പുരാൻ ചിറ്റ് ഫണ്ടല്ല 90% പേയ്മെന്റ് പെയ്ഡ് ഓഫ് കമ്പനിയാണ്. ആളൊരു പ്രശ്നം വന്നാൽ പോലും നമുക്കൊരു പേടിയില്ല. 90% വെളിയിലാണ്, 10% ഞങ്ങൾ കൊടുക്കാനുള്ളത്. 90% പേയ്മെന്റ് വെളിയിലുണ്ട്. അപ്പൊ അത് കളക്ട് ചെയ്ത് കൊടുക്കാന്നുള്ള കാര്യമാണ്. എന്ത് പ്രശ്നം വന്നാലും 100% വിശ്വസ്തത, 100% ആത്മാർത്ഥത. അതാണ് ഇതാണ് നമ്മൾ ചെയ്യുന്ന തൊഴിലോട് വിശ്വാസം. അതുപോലെ നമ്മുടെ ജോലി ചെയ്യുന്നവരും വഴക്ക് പറയുന്നുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. ആ കാര്യം നടന്നില്ലെങ്കിൽ വിളിച്ച് വഴക്ക് പറയുകയൊക്കെ ചെയ്യും. എങ്കിലും അവർക്ക് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീ തമ്പുരാൻ ചിറ്റ് ഫണ്ട്സ് ഇനിയും ഉയരങ്ങളിലേക്ക് പോട്ടെ, ഇവിടെ ഇനിയും ബ്രാഞ്ചുകൾ ഉയരട്ടെ, ആ വിശ്വാസം ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഇത്രയും നേരം സാറിന്റെ വിശേഷങ്ങൾ ഞങ്ങളോട് തുറന്ന് പറഞ്ഞതിന് ഞങ്ങളുടെ ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.